T20 ലോകകപ്പ് നേടിയതിനു ശേഷം പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് ജയ്ഷായിൽ നിന്നും കപ്പ് വാങ്ങാനായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ചുവടുകൾ വെച്ചുള്ള ഒരു നടത്തമുണ്ടായിരുന്നു. സൂര്യകുമാർ യാദവും വിരാട് കോഹ്ലിയും എല്ലാം അപ്പോൾ തങ്ങളുടെ നായകനെ ആഹ്ലാദാരവങ്ങളോടെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാമായിരുന്നു. 17 വർഷത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കപ്പടിച്ചതിന്റെ ആവേശത്തിൽ രോഹിത്തിന്റെ ആ ഒരു കിരീടം നേടാനുള്ള വരവ് വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. നേരത്തെ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയതിനു ശേഷം ലയണൽ ആൻഡ്രിയാസ് മെസ്സിയുടെ ആ ഒരു കപ്പ് സ്വീകരിക്കാനുള്ള ആ വരവിനോട് സാദൃശ്യപ്പെട്ടു ആ സമയത്ത് ആ വരവ്. പക്ഷേ യഥാർത്ഥത്തിൽ രോഹിത്തിന്റെ ആ ഒരു എൻട്രൻസ് സ്റ്റൈൽ മറ്റൊരാളുടേതാണ്. റെസ്ലിംഗ് ആരാധകർ ഒരിക്കലും മറക്കാത്ത ദി നാച്ചർ ബോയ് റിക് ഫ്ലെയറുടെ റിംഗ് എൻട്രൻസ് ആയിരുന്നു രോഹിത് ഗ്രൗണ്ടിൽ ആ സമയത്ത് ആവർത്തിച്ചത്. വയസ്സ് നമുക്കറിയാം 80 അടുത്തെത്തിയെങ്കിലും റെസ്ലിംഗ് റിംഗുകളിൽ ഒരു കാലത്ത് റിക് ഫ്ലെയർ കൊളുത്തിയ ആവേശ തിരമാലകൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. രോഹിത്തിന്റെ ആ സ്റ്റെപ്പുകൾ നമ്മളെ പെട്ടെന്ന് കൊണ്ടെത്തിച്ചത് കിരീട നേട്ടത്തിനൊപ്പം റിക് ഫ്ലെയർ ഓർമ്മകളിലേക്ക് കൂടിയാണ്. റിക് ഫ്ലെയർ നമുക്കറിയാം, റിക് ഫ്ലെയറിന്റെ ട്രിപ്പിൾ എച്ചിനൊപ്പം ചേർന്നുള്ള ആ ഒരു എവല്യൂഷൻ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഓർമ്മകൾ ആ സമയത്ത് എത്തിയത്. ഷോൺ മൈക്കിൾസിനൊപ്പം, അതുപോലെ അണ്ടർടേക്കറിനൊപ്പം, സ്റ്റിങ്ങിനൊപ്പം, അതുപോലെ ഹൽക്കോഗിനൊക്കെ എതിരെയായുള്ള അദ്ദേഹത്തിന്റെ ഫൈറ്റുകളിലേക്കാണ് നമ്മുടെ ഓർമ്മകൾ പെട്ടെന്ന് മാർച്ച് ചെയ്തത്. രോഹിത്തിന്റെ ഈ ജസ്റ്ററിന് മറുപടിയുമായി ലെജൻഡറി റെസ്ലർ റിക് ഫ്ലെയർ തന്നെ കഴിഞ്ഞ ദിനം രംഗത്തെത്തുകയും ചെയ്തു. ഇന്ത്യ കപ്പടിക്കുന്ന ആ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എ പേജ് ഔട്ട് ഓഫ് മൈ പ്ലേ ബുക്ക് വോ എന്ന് അദ്ദേഹം സ്വതസിദ്ധ ശൈലിയിൽ കുറിക്കുകയും ചെയ്തു. റിക് ഫ്ലെയർ അപ്രൂവ്സ് രോഹിത് ശർമ്മ ഡൂയിങ് ഐക്കോണിക് സ്ട്രട്ട് വെൻ ലിഫ്റ്റിംഗ് ദ T20 വേൾഡ് കപ്പ് ടൈറ്റിൽ. രോഹിത് കട്ട റെസ്ലിംഗ് ഫാനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആരാണ് ഈ റിക് ഫ്ലെയർ? റെസ്ലിംഗ് ആരാധകർക്ക് അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റിച്ചാർഡ് മോഹൻ ഫ്ലെയർ എന്ന റിക് ഫ്ലെയർ, ആരാധകരുടെ പ്രിയപ്പെട്ട നാച്ചർ ബോയ്. 75 വയസ്സായി അദ്ദേഹത്തിന്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച പ്രൊഫഷണൽ റെസ്ലറായി അദ്ദേഹത്തെ കണക്കാക്കുന്നവർ ഏറെയുണ്ട്. അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഈ കരിയർ ലെങ്ത് തന്നെയാണ്. ഇന്നും ഇക്കഴിഞ്ഞ ഈ 55 വർഷവും അദ്ദേഹം റെസ്ലിംഗ് റിംഗിൽ തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ട നാച്ചർ ബോയ് ആയി തിളങ്ങി നിൽപ്പുണ്ട്. 70കളുടെ പകുതി മുതലാണ് അദ്ദേഹം ദി നാച്ചർ ബോയ് എന്ന പേര് ഉപയോഗിച്ച് തുടങ്ങിയത്. പ്രോ റെസ്ലിംഗ് ഇല്ലസ്ട്രേറ്റഡിന്റെ റെസ്ലർ ഓഫ് ദ ഇയർ അവാർഡ് 6 തവണ ലഭിച്ചിട്ടുണ്ട് റിക് ഫ്ലെയറിന്. റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്റർ അദ്ദേഹത്തെ 8 തവണ റെസ്ലർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2 തവണ WWE ഹാൾ ഓഫ് ഫെയിം ആയും റിക് ഫ്ലെയർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം NWA ഹാൾ ഓഫ് ഫെയിമിലും അംഗമാണ്. അതുപോലെ റിക് ഫ്ലെയർ പലപ്പോഴും തന്റെ റിംഗ് അപ്പിയറൻസിൽ പറയാറുള്ളത് പോലെ 16 ടൈം വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ആളാണ് റിക് ഫ്ലെയർ. 8 തവണ NWA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ, 6 തവണ WCW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ, 2 തവണ WWF ചാമ്പ്യൻ. WCW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെയും WCW ഇന്റർനാഷണൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെയും ആദ്യ ഹോൾഡർ കൂടിയായിരുന്നു റിക് ഫ്ലെയർ. തന്റെ പ്രതാപകാലത്ത് ആരെയും മലർത്തി അടിക്കാൻ കഴിവുള്ള താരമായിരുന്നു റിക് ഫ്ലെയർ എന്ന് സാരം. 1949 ഫെബ്രുവരി 25 ടെന്നസിയിലെ മെംഫിസിലാണ് റിക് ഫ്ലെയർ ജനിച്ചത്. താമസിയാതെ കുടുംബം മിനസോട്ടയിലെ എഡിനയിൽ സ്ഥിര താമസമാക്കുന്നു. അവിടെയാണ് യുവാവായ റിക് ഫ്ലെയർ തന്റെ കുട്ടിക്കാലം മുഴുവനും ചെലവഴിച്ചത്. 9ാം ക്ലാസ്സിന് ശേഷം വിസ്കോൺസിനിലെ ബീവർ ഡാമിലെ വെയ്ലാൻഡ് അക്കാദമിയിൽ 4 വർഷക്കാലം അദ്ദേഹം പങ്കെടുക്കുന്നു. അവിടെ റെസ്ലിംഗ്, അതുപോലെ ഫുട്ബോൾ എന്നിവയിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഹൈസ്കൂളിന് ശേഷം റിക് ഫ്ലെയർ മിനസോട്ട സർവകലാശാലയിൽ കുറച്ചുകാലം പഠിച്ചിരുന്നു. കൗമാരപ്രായത്തിൽ അമേച്ചർ ഗുസ്തിക്കാരനായി മാറിയ അദ്ദേഹം ആ സമയത്തെ പ്രശസ്ത റെസ്ലറായ വേൺ ഗാഗ്നിയുമായി ചേർന്നുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഗുസ്തിക്കാരനായി പരിശീലനം നേടുകയുണ്ടായി. 1972 ഡിസംബർ 10 അദ്ദേഹം റെസ്ലിംഗിൽ തന്റെ അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി. അമേരിക്കൻ റെസ്ലിംഗ് അസോസിയേഷനിൽ AWA അതിൽ ചേർന്നുകൊണ്ട് ആ സമയത്ത് ഡസ്റ്റി റോഡ്സ്, ക്രിസ് ടൈലർ, ആന്ദ്രേ ദി ജയന്റ്, ലേറി ഹെന്നിങ്, വഹു മക്ഡാനിയൽ എന്നിവരുമായി അവരൊക്കെ ആ സമയത്ത് ലെജൻഡറി റെസ്ലിംഗ് താരങ്ങളായിരുന്നു. അവരുമായൊക്കെ മത്സരങ്ങൾ നടത്തിയിരുന്നു റിക് ഫ്ലെയർ. 74 റിക് ഫ്ലെയർ AWA വിട്ട് NWAയിൽ എത്തുകയുണ്ടായി. അവിടുത്തെ ചില ത്രസിപ്പിക്കുന്ന വിജയങ്ങളും മറ്റും റിക് ഫ്ലെയർ എന്ന റെസ്ലറെ ആരാധകരിലേക്ക് എത്തിക്കുകയായിരുന്നു, സ്ഥിരപ്രതിഷ്ഠ നേടിക്കുകയായിരുന്നു. എന്നിരുന്നാലും ആ സമയത്ത് തന്നെയാണ് റിക് ഫ്ലെയറിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ അപകടവും സംഭവിച്ചത്. 75 ഒക്ടോബർ 4 നോർത്ത് കരോലിനയിലെ വിൽമിംഗ്ടണിൽ നടന്ന വിമാനാപകടത്തിൽ റിക് ഫ്ലെയറിന്റെ കരിയർ ഏതാണ്ട് അവസാനിച്ചുവെന്ന് തന്നെ കരുതിയതാണ്. ഗുരുതരമായി പരിക്കേറ്റ റിക് ഫ്ലെയറിന് ആ സമയത്ത് 26ാമത്തെ വയസ്സിൽ ഇനി ഒരിക്കലും റെസ്ലിംഗ് റിംഗിൽ ഇറങ്ങാൻ കഴിയില്ലെന്ന് അന്ന് ഡോക്ടർമാർ വിധി എഴുതിയതായിരുന്നു. എങ്കിലും ദി നാച്ചർ ബോയ് എന്ന ഗിമ്മിക് സ്വീകരിച്ചുകൊണ്ട് റിംഗിലേക്ക് 1 വർഷത്തിന് ശേഷം ശക്തമായി തിരിച്ചു വരുന്ന റിക് ഫ്ലെയറിനെയാണ് പിന്നീട് ആരാധകർ കണ്ടത്. അപ്പോൾ റിക് ഫ്ലെയറിന്റെ ആ ഒരു ലെഗസി, ഈ നാച്ചർ ബോയ്, അദ്ദേഹത്തിന്റെ ഈ പേരായ നാച്ചർ ബോയ് എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയതിന് പിന്നിലുമുണ്ട് റെസ്ലിംഗിലെ ഒരു കിടിലൻ സ്റ്റോറി ലൈൻ. ആ സമയത്ത് 70കളുടെ അവസാനം ആ സമയത്ത് യഥാർത്ഥ നാച്ചർ ബോയ് എന്ന പേര് സ്വീകരിച്ചിരുന്നത് ബഡ്ഡി റോജേഴ്സ് എന്ന മറ്റൊരു റെസ്ലറായിരുന്നു. റോജേഴ്സുമായി ഈ പേരിന് വേണ്ടി റിക് ഫ്ലെയർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ആ സമയത്ത്.
റിക് ഫ്ലെയർ താൻ തന്നെയാണ് ദ നാച്ചുറൽ ബോയ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഫൈറ്റിനുള്ള അരങ്ങൊരുങ്ങുന്നു. അങ്ങനെ ബാറ്റിൽ ഓഫ് ദി നാച്ചുറൽ ബോയ്സിൽ ഇരുവരും തമ്മിലുള്ള മത്സരത്തിൽ റോജേഴ്സിനെ തകർത്തുകൊണ്ട് പ്രൊഫഷണൽ റെസ്ലിംഗിലെ പുതിയ നാച്ചുറൽ ബോയ് എന്ന സ്ഥാനം റിക് ഫ്ലെയർ തന്റെ പേരിനൊപ്പം ഉറപ്പിക്കുകയായിരുന്നു, അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട്. 91 ഓഗസ്റ്റിലാണ് അദ്ദേഹം വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷനുമായി WWF, നമ്മൾ അറിയുന്ന ഏറ്റവും പ്രശസ്തമായ റെസ്ലിംഗ് ഫെഡറേഷൻ, അതുമായി കരാർ ഒപ്പുവെക്കുന്നത്. ആ വർഷം നവംബറിൽ നടന്ന സർവൈവർ സീരീസിൽ റോഡ് പേപ്പറിന്റെ നേതൃത്വത്തിൽ റിക് ഫ്ലെയർ റിംഗിലെത്തുകയും അതേ രാത്രി തന്നെ WWF ചാമ്പ്യൻഷിപ്പിൽ ഹൾക്ക് ഹോഗനെ പരാജയപ്പെടുത്താൻ അണ്ടർടേക്കറെ സഹായിക്കുകയും ചെയ്യുന്നു. റിക് ഫ്ലെയറിന്റെ കരിയറിലെ ഐക്കോണിക് മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന മാച്ചുകളിൽ ഒന്ന്. 92-ൽ റാൻഡി സാവേജുമായുള്ളതും പിന്നീട് സ്റ്റിങ്ങുമായുള്ളതുമായ അദ്ദേഹത്തിന്റെ ഫൈറ്റുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. WCW-വിൽ എ ഫ്ലെയർ ഫോർ ദ ഗോൾഡ് എന്ന പേരിൽ ഒരു ഹ്രസ്വകാല ടോക്ക് ഷോ അദ്ദേഹം നടത്തുകയും ആ സമയത്ത് ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു. 2000-ൽ 2 തവണ WCW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയാണ് റിക് ഫ്ലെയർ തന്റെ കരിയറിലെ അവസാന ലോക കിരീടങ്ങൾ നേടിയത്. 2002-ന്റെ തുടക്കത്തിൽ റിക് ഫ്ലെയർ റോയെ നിയന്ത്രിച്ചപ്പോൾ ആ സമയത്ത് മക്മോഹനായിരുന്നു സ്മാക്ഡൌണിനെ നിയന്ത്രിച്ച ആ ഒരു ഘട്ടം. റെസ്ലിംഗിന്റെ സുവർണ്ണ കാലമായിരുന്നു അത്. ആ സമയത്താണ് അദ്ദേഹം റെസ്ലിംഗിലെ ഏറ്റവും പ്രധാന താരങ്ങളായ സ്റ്റോൺ കോൾഡിനെയും അതുപോലെ ഹൾക്ക് ഹോഗനെയും എല്ലാം വെല്ലുവിളിച്ചതും അവരുമായി ഫൈറ്റിൽ ഏർപ്പെട്ടിരുന്നതുമെല്ലാം. അതുപോലെ ഇവർ മാത്രമല്ല, ആ സമയത്തെ പ്രധാന താരങ്ങളായ എഡ്രി ഗെറേറോ, ക്രിസ് ബെനോയിറ്റ്, ജെറിക്കോ, ബ്രോക്ക് ലെസ്നർ എന്നിവർക്കെതിരെ എല്ലാം ആ സമയത്ത് പോലും 50-കൾ കഴിഞ്ഞ റിക് ഫ്ലെയർ മത്സരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം ബാറ്റിസ്റ്റോക്കൊപ്പം ചേർന്നുകൊണ്ട് വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നേടിയതൊക്കെ ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട്. 2002 സെപ്റ്റംബറിൽ അൺഫോർഗിവനിൽ ട്രിപ്പിൾ എച്ചിനെ RBDക്കെതിരെ വിജയിക്കാൻ സഹായിച്ചതിനു ശേഷം ട്രിപ്പിൾ എച്ചിനൊപ്പം മാനേജറായി അദ്ദേഹം റിംഗിലെത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് ട്രിപ്പിൾ എച്ച് രൂപം കൊടുത്ത ആ ഒരു ടീം എവല്യൂഷൻ, അതിലെ പ്രധാന മെമ്പറായിരുന്നു ബാറ്റിസ്റ്റയ്ക്കൊപ്പം റാൻഡി ഓർട്ടനൊപ്പം റിക് ഫ്ലെയറും. ആ സമയത്ത് റോയുടെ എല്ലാ പുരുഷ അധിഷ്ഠിത ചാമ്പ്യൻഷിപ്പുകളും ഈ ഗ്രൂപ്പ് നിയന്ത്രിച്ച് വിലസിയിരുന്ന കാലം കൂടിയായിരുന്നു. പിന്നീട് ഈ ഗ്രൂപ്പ് അന്യോന്യം ആക്രമിക്കാൻ തുടങ്ങുകയും ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെയുള്ള ഫൈറ്റുകളും ഒക്കെ ഇന്നും റെസ്ലിംഗ് ആരാധകർ നെഞ്ചോട് ചേർക്കുന്ന ഓർമ്മകളാണ്, പോരാട്ടങ്ങളാണ്. ആ സമയത്ത് ഒട്ടുമിക്ക താരങ്ങളുമായും റിക് ഫ്ലെയർ റെസ്ലിംഗ് ചെയ്തിട്ടുണ്ട്. അവസാനം നമുക്കറിയാം ഷോൺ മൈക്കിൾസുമായുള്ള ഐതിഹാസിക മാച്ചിൽ അദ്ദേഹം തോറ്റതിനു ശേഷം വിരമിച്ച രാത്രി ഓരോ താരങ്ങളും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എത്തിയതും കണ്ണീരോടെ നിന്ന നാച്ചുറൽ ബോയെ അവരൊക്കെയും കെട്ടിപ്പിടിച്ചതുമെല്ലാം നമ്മുടെ റെസ്ലിംഗ് നൊസ്റ്റാൾജിയ കൂടിയാണ്. 2008 മാർച്ച് 31-നാണ് റോയുടെ എപ്പിസോഡിൽ ഫ്ലെയർ തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. പിന്നീട് ട്രിപ്പിൾ എച്ചും ഷോൺ മൈക്കിൾസും റിക്കി സ്റ്റീബോട്ട്, ഹാർലി ഡേയ്സ്, ക്രിസ് ജെറിക്കോ എന്നിവർ ഉൾപ്പെടെ അണ്ടർടേക്കറും വിൻസ് മക്മോഹനും ഉൾപ്പെടെ ആരാധകരും റിക് ഫ്ലെയറിന് നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കുകയായിരുന്നു. എങ്കിലും പിന്നീടും നിരവധി ഗസ്റ്റ് അപ്പിയറൻസുകളാൽ റിക് ഫ്ലെയർ WWE റിംഗുകളെ മുഖരിതമാക്കിയിട്ടുണ്ട്, ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. WWE വിട്ടതിനു ശേഷം അദ്ദേഹം AEW, TNA എന്നിവിടങ്ങളിലും ഒരു കൈ നോക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. 2004 ജൂലൈ 6-നാണ് റിക് ഫ്ലെയർ തന്റെ ആത്മകഥയായ ടു ബി ദ മാൻ പുറത്തിറക്കിയത്. മനുഷ്യനാകാൻ നിങ്ങൾ മനുഷ്യനെ തോൽപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ ക്യാച്ച് ഫ്രേസുകളിൽ ഒന്നിൽ നിന്നായിരുന്നു ആ തലക്കെട്ട് എടുത്തത്. റിക് ഫ്ലെയറിന്റെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ഭാര്യ ലെസ്ലി ഗുഡ്മാനെ 71-ലാണ് വിവാഹം കഴിച്ചത്. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, മകൾ മേഘനും മകൻ ഡേവിഡും. 12 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 83-ൽ അവർ വിവാഹമോചനം നേടുന്നു. 83 ഓഗസ്റ്റ് 21-ന് അദ്ദേഹം തന്റെ 2ാം ഭാര്യ എലിസബത്ത് ഹാരലിനെ വിവാഹം കഴിക്കുന്നു. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, മകൾ ആഷ്ലിയും മകൻ റീഡും. ഇതിൽ മകൾ ആഷ്ലിയെ നമുക്കറിയാം, ആഷ്ലിയാണ് പേരിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഷാർലറ്റ് എന്ന റിംഗ് നാമം സ്വീകരിച്ചുകൊണ്ട് വനിതാ റെസ്ലിംഗിലെ രാജ്ഞിയായി മാറിയത്. അച്ഛനെ പോലെ നിരവധി കിരീടങ്ങൾ നേടിയ ഷാർലറ്റ് ഫ്ലെയർ അദ്ദേഹത്തിന്റെ മകളാണ്. അപ്പോൾ ഈ ഒരു റിക് ഫ്ലെയർ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനമായ റിംഗ് എൻട്രൻസുകളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു നടത്തത്തിന്റെ സ്റ്റൈൽ. അതാണ് ഈ കഴിഞ്ഞ T20 ലോകകപ്പിന്റെ പ്രസന്റേഷൻ സിനിമയിൽ ഹിറ്റ്മാൻ അദ്ദേഹം അനുകരിച്ചത്.